സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് തൃശൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി.ജെ.പിക്ക് കാര്യമായ നേട്ടമുണ്ടാകില്ലെന്നാണ് ആർ.എസ്.എസ് പ്രവർത്തകരുടെ വിലയിരുത്തൽ. താമര ഇത്തവണയും വിരിയും, പക്ഷേ പാടത്തും വയലിലും മാത്രം. പാർട്ടിയിലും പൊതുജന മധ്യത്തിലും സുരേഷ് ഗോപി കൂടുതൽ അതൃപ്തി നേരിട്ട ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം. പല പ്രസ്താവനകളും ദോഷമുണ്ടാക്കി. തൃശൂരിനെ ഉയർത്താനുള്ള അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ശ്രമമാണിത്. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച സ്വീകാര്യത ഇത്തവണ സുരേഷ് ഗോപിക്ക് ഉണ്ടാവുകയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി വോട്ട് കിട്ടിയിരുന്നു. ഇത്തവണ ഇമേജ് വർദ്ധിപ്പിക്കാനായില്ല. അതുകൊണ്ട് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. ഇത്തവണ വ്യക്തിപരമായി 50,000 വോട്ട് ലഭിക്കുമെന്ന ബി.ജെ.പി വിലയിരുത്തലും ആർ.എസ്.എസ് തള്ളി. സുരേഷ് ഗോപിയുടെ പല നിലപാടുകളും പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി നഷ്ടപ്പെടുത്തുകയാണ്. പല വിഷയങ്ങളിലും തന്റെ അതൃപ്തി തുറന്നു പറഞ്ഞത് സ്ഥാനാർത്ഥിയും പാർട്ടിയും തമ്മിലുള്ള വൈരുദ്ധ്യം രൂക്ഷമാക്കി. ആർ.എസ്.എസ് ബി.ജെ.പി തർക്കവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറിന്റെ സ്വീകാര്യത മികച്ചതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനും അഭിഭാഷകനും കേരള മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയുമാണ് വി.എസ്. സുനിൽകുമാർ. അദ്ദേഹം കൂടുതൽ വ്യക്തിഗത വോട്ട് വാങ്ങും. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയുന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വിജയം. രാജ്യം വെല്ലുവിളി നേരിടുന്ന പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും ചരിത്രബോധവുമുള്ള ഒരാൾ പാർലമെന്റിൽ എത്തേണ്ടത് നാടിന്റെ കൂടെ ആവശ്യമാണ്. ഇതിനു മുന്നേയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും രാഷ്ട്രീയ തലത്തിൽ തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ അടുത്തെത്തുവാൻ പോലും സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല. എൽ.ഡി.എഫിന്റെ കെട്ടുറപ്പും പ്രവർത്തകരുടെ ഒത്തൊരുമയുമാണ് ഇടതുപക്ഷത്തിന്റെ ജയസാധ്യത വർദ്ധിപ്പിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ വിജയവും. കെ മുരളീധരന്റെ അവസ്ഥ ദയനീയമാകും. പ്രവർത്തകരുടെ നിരാശയും പണം നൽകുന്നതിലെ വീഴ്ചയും യു.ഡി.എഫിന്റെ സാധ്യതയ്ക്ക് തിരിച്ചടിയായി. കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളുടെ പിന്മാറ്റം ഇപ്പോൾ ഒരു തുടർക്കഥയായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുന്നതായി കാണാം. പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിക്കുന്ന വോട്ടുകളിൽ ഇത്തവണ വിള്ളൽ വീണു. അത്തരം വോട്ടിൽ വലിയ ഭാഗം എൻ.ഡി.എക്ക് ലഭിക്കും. എന്നാൽ അതൊന്നും വിജയത്തിലെത്താൻ പര്യാപ്തമല്ലെന്നാണ് ആർ.എസ്.എസ് വിലയിരുത്തൽ.